ഹായ്, പേര് ബാലകൃഷ്ണൻ. ഞാൻ ഈ ഒരു പേപ്പറിൽ 1 മുതൽ 10 വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ 100 രൂപ പ്രൈസ് മണി ആയിട്ട് വരും. ഓക്കെ, ഗസ് ചെയ്തോളൂ. പറയട്ടെ. 8 ഇതാ നോക്കിക്കോളൂ. നാട് കോഴിക്കോടാണോ? നാട് കോഴിക്കോട്, ബാലുശ്ശേരി എന്ന് പറയും. ഈ ഹസ്തരേഖയും പക്ഷിശാസ്ത്രമൊക്കെ ഇല്ലേ, ആ, അതിൽ ശരിക്കും ശാസ്ത്രമുണ്ടോ അതേ ഒരു ഗസ് വർക്കാണോ? അത് ഗസ് വർക്കല്ല, ഇതിൽ ശാസ്ത്രമുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. പിന്നെ അതിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും ഇതിലുണ്ടാവും. നമ്മൾ സൈക്കോളജിയായിട്ട് ജ്യോതിഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതില്ലാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളൊരു പേസ് കാണുമ്പോൾ ആ പേസിലതിനെ കുറിച്ചിട്ട് സംസാരിക്കും. അതിനാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയും. പിന്നെ ഹസ്തരേഖ, കെയറോയിൽ നിന്നാണ് ഹസ്തരേഖ ഉണ്ടാക്കുന്നത്, ഹസ്തരേഖയായിട്ട് പറയും. പക്ഷിശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷിശാസ്ത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സുനാമി പോലത്തെ ഓരോരോ ഭൂജലനം എന്നൊക്കെ പറയുന്നത് കണ്ടുപിടിക്കുന്നതാണ് ഈ പക്ഷിശാസ്ത്രം എന്ന് പറയുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിവുകൾ ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്ന് ഗവിളിശാസ്ത്രം, പക്ഷിശാസ്ത്രം, ജ്യോതിഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുന്ന ഒരു തൊഴിലാണ്. പിന്നെ അത് നമ്മൾ ഒരാളെ വർണ്ണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു പൈസ കാണുമ്പോൾ ഹാൻഡായിട്ട് ബന്ധപ്പെടുമ്പോൾ ആളുടെ ഭാവിയായിട്ടുള്ള ഒരു ആത്മീയം ഉണ്ടാവും. ഈ തൊഴിൽ ചെയ്യുന്ന എനിക്കും തൊഴിലോട് ബന്ധപ്പെടുന്ന നിങ്ങൾക്കും ഒരേ മനസ്സായിരിക്കണം. ആ ഒരു മനസ്സോട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലൊരു ആത്മശക്തി ഉണ്ടാവും. നമുക്ക് അതെങ്ങനെ പ്രതികരിക്കണം, മറ്റുള്ളവരെങ്ങനെ പ്രവഞ്ചിക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥ തൊഴിലിനോട് ഒരു കടപ്പാടുണ്ടാവും. അങ്ങനെ തൊഴിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ഭാവിയെ, അതായത് ഒരു അപകടത്തെ മുൻകൂട്ടി പ്രവഞ്ചിക്കാനുള്ളൊരു മനസ്സ്, ഒരു മനസ്സ് നമുക്ക് അവിടെ കിട്ടും. നമ്മുടെ തൊഴിലിനോടുള്ള ഒരു ബഹുമാനം. ഈ പ്രവചനങ്ങൾ 100% ആക്യുറേറ്റ് ആയിരിക്കുമോ? അതായത് നമ്മളിപ്പോൾ ഒരു 100 പോയിൻ്റ് പറയുകയാണെങ്കിൽ ഭാവി, ഭൂതം, വർത്തമാനം എന്നാണ് പറയുന്നത്. നമ്മളത് കൂടുതൽ പ്രതികരിക്കുന്ന പറഞ്ഞാൽ ഭൂതകാലങ്ങളെക്കുറിച്ചുള്ള ചില എക്സാമ്പിൾ പോയിൻറ്റുകൾ സംസാരിക്കും. പിന്നെയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നത്. പിന്നെ വർത്തമാനം, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു 100% നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 25% നമുക്കത് ഓക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഈ കേൾക്കുന്നവന് ആ ഭാവിയെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഭൂതം സംസാരിച്ചിട്ടാണ് ഭാവി പറയുക. ആ ഭാവിക്ക് പ്രാധാന്യം കിട്ടണമെങ്കിൽ ഈ ഭൂതകാലങ്ങൾ നമ്മൾ ആദ്യം സംസാരിക്കണം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ജോബ്, മാരേജ്, ലൈഫ്, അങ്ങനെ കംപ്ലീറ്റ് റീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക.